സന്ധി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല മച്ചാൻ മറ്റേ ഞങ്ങൾ രാത്രി മീൻ പിടിക്കാൻ ഇറങ്ങിയത്. മീൻ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ മഴയൊക്കെ പെയ്ത്, സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് റോഡും പാടവും കൂടി കവിഞ്ഞ് ഒഴുകി കിടക്കുകയാണ്. ഇഷ്ടം പോലെ മീനൊക്കെ റോഡിലേക്ക് കയറി വന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന്, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ ഈ മീൻ പിടിക്കാനുള്ള സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ട് ചെറിയ കുഞ്ഞു കഷ്ണം ഇതേടെ വലിയ ഇതെന്താ ചെറിയൊരു ബോൾസ് വലയൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. പിന്നെ നമ്മൾ ഇന്ന് എങ്ങനെയെങ്കിലും നമ്മൾ മീൻ പിടിച്ചിട്ടേ പോകുന്നത്. നമ്മൾ ആദ്യം അപ്പം നമ്മുടെ ഈ ഉടക്കുവലുണ്ട്, അപ്പോൾ ഈ ചാക്കിൽ ഉടക്കുവലുണ്ട്. അപ്പോൾ ആ വല ഇട്ടിട്ട് നമുക്ക് റോട്ടിലിറങ്ങി വന്യ മീനെ പിടിക്കാമെന്നും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. ഇതങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ മീൻപിടുത്തം ബാക്കി അവിടുത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ വന്ന് നോക്കുമ്പോൾ മീൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ സൂര്യേ മല എവിടെ ഇടുന്നു നമുക്ക്? നമ്മളിപ്പോ എവിടെയാ നിക്കുന്നത്? എടാ വള്ളത്തിന്റെ ഫ്രണ്ട് കാണുന്നില്ല. നമ്മളിപ്പോ എങ്ങോട്ടാ പോകും? നമുക്ക് അവിടെയാണ് മറ്റേ ഏതോ ഒരു വല നമ്മുടെ വള്ളത്തോട് അങ്ങനെയൊന്നുമില്ല, ഇട്ട് കഴിയുമ്പോ എല്ലാം നമ്മുടെ വല. നല്ല ഇരുട്ടാണ് കേസ്, പാടം മുഴുവൻ വെള്ളമാണ് കേസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എടാ ഫ്ലാഷിന്റെ എന്റെ മുഖത്തേക്കാ ഇച്ചിരി വള്ളത്തിന്റെ ഫ്രണ്ട് കാണാൻ പറ്റില്ല. സാധനം കുത്തിയോർത്താനാ അതായത് ബാബിടിയാ ഇത് പിടിച്ചുവിട്. അല്ലേ സൂര്യ ശരിക്കും നമ്മുടെ വള്ളത്തിന് പ്രത്യേക അനുഗ്രഹം കിട്ടിയേക്കണ വള്ളമാണ്. എപ്പോ വള്ളത്തെ പോയാലും മറിയുന്ന വള്ളമാണ്. അല്ല മോനെ, ഇത് പാടത്താട്ട് നമ്മൾ അപ്പുറത്തോട്ട് കടക്കണ? അല്ല, നമ്മൾ ഇവിടെ വല ഇടാൻ പോയി. വലയുടെ അറ്റവും തുമ്പും പാലൊന്നും കാണുന്നില്ല കേസ്. ക്യാമറമാൻ. അപ്പൊ മച്ചാൻ പറ്റുന്ന നമ്മളെ വലയുടെ കുടുക്കൊക്കെ മാറ്റിട്ടൊന്ന് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. കരക്ഷൻ നാലിട്ട് പോവാം. അവിടെ കിടക്കട്ടെ. എന്തല്ലേ ഒന്ന് വിളിച്ച അങ്ങനത്തെ അടുപ്പിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. നീ അത് കൂടി അല്ലടാ അത് കൂടി നമ്മുടെ വരമ്പാണത്. രാത്രി വിടയില്ല. ആദ്യം നമുക്ക് ഈ സംഭവം കളിക്കണം. ചെളി മുത്തു എന്റെ മേത്ത് മുത്തും ചെളിയൊക്കെ ഒന്ന് മച്ചാമാരെ. എടാ നല്ല കരഞ്ഞപ്പോ കണ്ണീരൊക്കെ കൊണ്ടുപോയത് അപ്പൂര് ഓൺകാരിയോട് പറഞ്ഞത് എന്ത് പോയി എന്തെന്നാണ് അപ്പൊ എന്ത് പറ്റില്ല നിനക്ക്? വയ്യ നിനക്ക്? ഇന്നലെ പിന്നെ വെള്ളടിച്ചിട്ടായിരുന്നു, ഇന്നെന്ത് പറ്റണ നിനക്ക്? ഹലോ മച്ചാമാരെ, കണ്ട ഇതാണ് റോട്ടി നിറച്ച് വെള്ളം കയറി കിടക്കുന്നത്. നമ്മൾ ഈ ആദ്യം ഒരു കൂരിക്കുഞ്ഞിനെ കണ്ടത്. കൂരിയുടെ പാട്ടിന് കൂലി നമുക്ക് പുല്ലാനാണ് കിട്ടിയേക്കുന്നത്. പുല്ലാൻ ഇത്ര പെട്ടോളം നീ ഫ്ലാറ്റ് അടിക്കണം, അതടിക്കണം. നമുക്ക് നോക്കാം. മയില് ഇന്നലെ കൈ വെച്ച് പിടിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നു. നമ്മ വലയിട്ട് വന്നിരിക്കണം. നീ എന്താണ് നമുക്ക് ഫസ്റ്റ് വള്ളത്തിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. വലിയ വള്ളത്തി, വലിയ വള്ളത്തി, അത്യാവശ്യം വലിയ വള്ളത്തിയാണ്. നമുക്ക് ഇതുപോലെ കുറെ പള്ളത്തിനെ കിട്ടും. നീ എന്തെങ്കിലും ഇടാനായിട്ട് നമ്മൾ ആദ്യം കിട്ടിയ പള്ളത്തിന് നമ്മൾ അതിനെ കിറ്റിലേക്ക് ഇടുവാണ്. വെള്ളം നോക്കിട്ടേ കഴിഞ്ഞ അവസാനം ഇത് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ നമുക്ക് തിരിച്ച് കളയണ്ടേ. പാമ്പാ ഇത്? അയിലക്കുഞ്ഞാണ് കേസ്, അയിലക്കുഞ്ഞ്. അയിലക്കുഞ്ഞ് മറ്റേ പരല് കുഞ്ഞ്. ഇത് ഏടാ പരലല്ലേ, കയ്പല്ലേ ഇത്? കയ്പ കുഞ്ഞ്.
സത്യം പറഞ്ഞാൽ ഞങ്ങള് ഈ കുഞ്ഞുമീനൊക്കെ പിടിക്കുന്നത് അക്യൂർത്തി ഒരു നാച്ചുറൽ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഈ ചെറിയ ചെറിയ മീനുകൾക്ക് ഭയങ്കര രുചിയായിരിക്കും. പൂഞ്ഞാട്ടി പിടിയടാ. ആമ കുത്താൻ അടക്കുമ്പോൾ അടക്കണ രാത്രി. മച്ചാന്മാരെ ഇത് മറ്റേ സാധനം കുറെ ഇപ്പൊ കിട്ടിയ വലുത് കിട്ടി. കയ്പ മച്ചാന്മാരെ ഇതേ കുറെ കയ്പുണ്ട്. നമ്മൾ ഇന്ന് അക്യൂറം നടക്കും. നമ്മൾ കയ്പിനെ പിടിക്കാൻ നമുക്ക് അലിഗേറ്റർ കാറിനാണ് പിടിക്കുന്നത്. പട്ട് പിടിക്കാൻ പോണ പോണേ. സൂര്യ ആദ്യം നമുക്ക് അലിഗേറ്റർ കാർ നോക്കാം. അല്ലെങ്കിൽ ടോർച്ചിന്റെ ചാർജ് ഇവിടെ നീങ്ങുന്നത് വീഡിയോ പ്ലേ ചെയ്യുക. മറ്റേ വേറെ എന്തോരം പള്ളത്തിയാണ് വല ഓടിക്കുന്നത്. എടാ ഈ വല മാറ്റിട്ട് ഇവിടെ കൊണ്ടുവന്ന് വല ഇടറാ. പുതിയ അവിടെ അവിടെ കുറെ അവിടെ കുറെ പള്ളത്തി കീറിയ വല ഇടിയല്ലോ. നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. ആരെങ്കിലും അല്ല എത്തിട്ട് ചത്ത് ചീഞ്ഞ് കിടക്കിയല്ല. ജിമ്മൻ എപ്പോഴും എളുപ്പം ജീവിക്കാനുള്ള കാര്യം നോക്കൂ. കണ്ടോന്റെ പാലിനൊക്കെ വീണെടുത്തിട്ട് മറ്റേ ആ ഒരു പുള്ളി നമുക്ക് ആ വലയൊന്നും എടുക്കണല്ലോ. ജീവനുണ്ടോ നല്ല കണ്ടാ. ഓ മൈ ഗോഡ് നമുക്ക് രക്ഷപ്പെടുത്താം. അപ്പൊ മറ്റേ ഒന്ന് രണ്ട് മൂന്നുണ്ടോ നിക്കുക. അതെ എടാ വലയൊക്കെ വെറുതെ ചത്ത് ചെയ്യുക. ഇവന്മാർക്ക് ഇത് എടുത്തോണ്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണോ നമ്മൾ എടുക്കാൻ. ഞാൻ തലപ്പിടി ഞാൻ എടുത്തപ്പോ നീ വലിക്കുമ്പോ അത് ചത്തണ്ടിരിക്കും. ഇതെങ്ങനെ ഉടക്കി എടാ കത്തി ഉണ്ടടാ. ആ കത്തി ഉണ്ടോ എടാ ജിമ്മ കത്തി അപ്പൊ കയ്യൊക്കെ അപ്പൊ അവിടെ ഇരുന്ന് വള്ളത്തിന് എടുക്കാൻ. അതാണ് അത്രയും നീണ്ടു അഴിച്ചഴിച്ച് പോണേ. നമ്മൾ പാവം ഒരു നീർക്കൊല്ലിനെ കണ്ടിരിക്കുകയാണ്. അവൻ കുടുങ്ങി കിടക്കുകയാണ്. നമുക്ക് രക്ഷിക്കാം. നീർക്കൊല്ല ഇതെങ്ങനെ ചെയ്തു? നീർക്കൊല്ല പോയി കത്തിയെടുത്തുണ്ടോ? എന്തിനാ പോയി ഇട്ടേക്ക് പോട്ടെ. അയച്ചു വിടാൻ വേണ്ടിയായിരുന്നു. അത് തോന്നിയത് അതിവിടെ ഇന്നലെ വന്നായിരുന്നു ഞങ്ങൾ രാത്രി. രണ്ടെണ്ണത്തിന് കിട്ടിയത്. ഇനിയിപ്പോ ഏതായാലും മഴയില്ലല്ലോ. ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. ദ റെസ്ക്യൂ മിഷൻ അപ്പു ആൻഡ് ടീംസ്. ഞാൻ പോയി ഒന്ന് കഴിച്ചിട്ടും വരട്ടെ.
അലിഗേറ്റർ ചെറിയ പരിപാടിയാണെങ്കിലേ മച്ചാമാരെ ഇതാണ് നമ്മുടെ അലിഗേറ്റർ കാർ. കണ്ടു നമ്മുടെ അലിഗേറ്റർ കാറിൽ കണ്ടു എല്ലാവരും. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു അലിഗേറ്റർ കാറിൽ കിട്ടുന്നത് നമ്മൾ അലിഗേറ്റർ കാർ എന്ന് പറയും. ശരിക്കും പറഞ്ഞ ഇത് കോലാനാണ്. കോലാനാണ് ഗേൾസ് കോലാൻ. നീ നോക്കണ അലിഗേറ്റർ കാർ നീ വീടെ കരിമീൻ പൂഞ്ഞാട്ടിനെയൊക്കെ പിടിച്ചിട്ടാണ് അലിഗേറ്റർ ഗാർഡൻ. പാടത്ത് കൊറേ ഇഷ്ടം പോലെ ഗപ്പി ഉണ്ട് ഗേൾസ്. ഇത് ഗപ്പിയാ. ഗപ്പി ഇഷ്ടം പോലെ പൂഞ്ഞാട്ടിയാണ്. പോറ പൊട്ട ഇത് കാണാൻ ഗപ്പി കണ്ട. പിന്നെ നോക്കണ നീടെ ഗപ്പി കണ്ട. സമ്മതിച്ചു. കുഞ്ഞാണെന്ന് പറഞ്ഞ് മറ്റേ ഇതിനൊക്കെ നമുക്കിത് വളർത്താനല്ലോ. നമുക്ക് നീ തിരുവത്തം പറയില്ല. നീയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. പാമ്പ് അതെ മച്ചാമാരെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. മൊത്തം കാടാണ് ഗൈസ്. പക്ഷെ ഇവിടെ കുറെ അലിഗേറ്റർ കാറുണ്ട്. നമുക്ക് വീണ്ടും നമുക്ക് അലിഗേറ്റർ കാറിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇല്ല ചെറുതാണ്. നമുക്ക് കുഞ്ഞിനെ മതി. കുഞ്ഞേ രസവും ഇവിടെ ഇനി ഉണ്ടായല്ലേ. നല്ല അടിപ്പൻ ഒരു നാച്ചുറൽ പ്ലാന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വന്നു പോനെ അവനറിഞ്ഞില്ല. മീൻ പോലും അറിയാണ്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഗേഴ്സ്. ഇന്നലെ നമ്മൾ വലയുണ്ടായിരുന്നെങ്കിൽ നിറച്ച് കിട്ടിയത്. ഇതിപ്പോ ഇവിടെ തന്നെ നിന്നാ മതിയല്ലേ, കുറെ കിട്ടല്ലേ. അതില്ല ഇതേത് എട്ടുകാലിയാണ് ഗേഴ്സ്. അപ്പൊ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കാൻ ഗേഴ്സ്. നമുക്ക് വീണ്ടും കിട്ടി നിറച്ച് അലിഗേറ്റർ നിറച്ച് കൊല്ലാൻ കുഞ്ഞി. അപ്പൊ നമുക്ക് അടുത്ത വെച്ച് നോക്കാം. പിന്നെ കുഞ്ഞാൽ വെക്കണം. ഇതിൽ ഇഷ്ടം പോലെ മീനുണ്ട് ഗേഴ്സ്. അത് പെട്രോൾ നമുക്ക് നമുക്ക് മൂന്നാലെണ്ണം കിട്ടി. പക്ഷെ രണ്ടെണ്ണം പോയി. പിന്നെ തളിച്ചു. പിന്നെ കുട്ടൂനെ കൂടി തള്ളിച്ച് ഒരു കണക്കിന് വന്നിട്ട് വൈകി പാർക്ക് ചെയ്തിട്ട് താട്ടിൽ കൂടി കേട്ടു. ഇത് ഓയിസാണ് മൊത്തം കട്ടിയിട്ട് വല്ലതും പറഞ്ഞപ്പോ മച്ചാമായ കോലാങ്കുഞ്ഞിൽ നമ്മൾ ഈ പിടിക്കുന്നത് വേറൊന്നുമല്ല. നമുക്ക് ഒരു നാച്ചുറൽ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നാച്ചുറൽ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ. നീ പുറകത്തെ ഇറങ്ങി വീഴില്ല കേട്ടാ. നോക്കി കിടക്കണം ഇതേ മരം. നിധി സൂര്യ എടാ വീഴല്ലാരും മരം ഉണ്ട് കേട്ടോ. മച്ചാമാരി നമ്മൾ തോട്ടിപ്പള്ളത്തിനെ കണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വന്നാലോ.
പള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് ഗേൾസ്. പറ നിധി, കമോൺ. ഇച്ചിരി മീൻ പിടിക്കുന്നു. ചെമ്മീനോ? സൂര്യ ഇങ്ങോട്ട് വന്നൊരു ഒരു പ്രത്യേകത ജീവി. ചെമ്മീനല്ലേ? നീ പൊക്കിക്കാനാ നോക്കട്ടെ നോക്കട്ടെ. ഞാനെടുത്ത കൈ വെച്ച് എന്തോ പ്രത്യേകത ജീവിനെ കണ്ടിരിക്കുകയാണ്. ഇതെന്ത് സാറ്? പുഴുവാ സൂര്യ ഇതിന്റെ ഫോട്ടോ എടുത്തത്. ഇതെങ്ങനെ മച്ചാമാരെ ഇതിന്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതെന്താ? ഇത് ആദ്യമായിട്ട് ഞങ്ങൾ കാണണം ഈ സാധനത്തെ. വിട്ടേക്കട്ടെ. നിധിക്കതിന് പുറത്തു തിന്നാനുള്ള ഇല്ല ചത്തില്ല. ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ പയ്യും കേട്ടോ പയ്യും കേട്ടോ. ഇതാകട്ടെ അവനെ അങ്ങോട്ട് വന്ന് എല്ലാത്തിനും കൂടി ചേര വരാ പോലെ ഉണ്ട്. ജിമ്മെന്നാണോ അങ്ങനത്തെ ഒരു മീനുണ്ടോ ഇപ്പൊ നീ വലയിൽ? മച്ചന്മാരെ നിറച്ച് മീനാണ് ഗേൾസ്. ഒരു രക്ഷയില്ല, നിറച്ച് മീനാണ്. പള്ളത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പക്ഷെ നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ പിടിക്കാൻ നമ്മൾ തവളനെ പിടി തവള. എന്റെ കുഞ്ഞ തവളനെ പിടിക്കുന്നൊന്നും വിടാം. ഇനി എല്ലാ ഫോറസ്റ്റുകാരും നമ്മളെ പിടിച്ചിട്ട് പോകും. ആ പിന്നെ പിടിച്ചേക്ക് എന്തോ വലിയ മീനാണ്. ചെറിയ കുറെ മീന കുറെ ചെറിയ മീൻ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പള്ളത്തി 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 വള്ളത്തിൽ കൂടുന്നതിലൂടെ ഫ്രണ്ട് ഇരിക്കണുള്ളൂ. അത് വേറെ വെള്ളത്തിലാണ്. അത് ഈ തോർത്തി പിടിക്കും. അങ്ങനെ എന്തെങ്കിലും മര്യാദ പിടിക്കാൻ പറ്റും. അത് നമ്മുടെ പള്ളത്തിയാണ്. ഒന്ന് കിട്ടി, വീണ്ടും കിട്ടി പള്ളത്തി. നമ്മൾ പള്ളത്തി വരും. പള്ളത്തി 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 വീണ്ടും പള്ളത്തി. അപ്പു കോരി 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 അപ്പൊ അവിടെ എവിടെയൊക്കെ പോകുന്നില്ല. പിടിച്ചു പിടി. സൂര്യ നീ അവിടുന്ന് ലോക്കാക്കൂല്ലേ? ഇവിടെ നിന്നാ മതിയുള്ള വള്ളത്തിൽ ഒരുപാട് കിട്ടാൻ ഒരു പ്രാന്ത. നിക്കണ കേരള വള്ളത്തിക്കള. ഇത് കണ്ടാ ഇന്നലെ ഈ മോൾസ് വലയായിട്ട് വരണ്ടേ നമ്മൾ. അപ്പൊ ആ നിനക്ക് ഇപ്പൊ ശരിയായത്. അതല്ല അതല്ല അവനെ വിടാൻ പറ്റില്ല. പറയൂ കണ്ട അവൻ ചാടി വെള്ളത്തിൽ കയറി. വെള്ളത്തിലല്ലേ വലയൊക്കെ. ഞാനൊരു പണിക്ക് പോകുന്നില്ല. അവനെ കിട്ടിയത് പക്ഷെ അവൻ കുഞ്ഞാണ്. അവൻ കുഞ്ഞാണ്. അവൻ പോയി. അവൻ കുഞ്ഞ നിൽക്കുന്നത് പള്ളത്തിക്കളാ. ഒരെണ്ണോ പള്ളത്തിക്കളില്ല. ഒരു പിടിക്കണതിനെ വർക്കല്ലേ വർക്കാം. ഇത് ഇവിടെയൊക്കെ ഉണ്ട്.
പോയി വല പിടിക്ക് പല പിടിക്കാൻ തോസം പിടിക്ക് എടാ നിതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ ക്രോസ് ഫിഷ് പിടിയാ അവനൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങാട് പോയി നമ്മൾ പറയുമ്പോ നീ പെട്ടെന്ന് ഈ വെള്ളം പറ്റിക്കണം ഇതെല്ലാം കൈ വെച്ച് വെറുക്കിടാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിൽക്കാം പിന്നെ ഇത് മച്ചാമാനെ പള്ളത്തോട് പാടത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പള്ളത്ത് പിടിക്കാം. പള്ളത്ത് പിടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പള്ളത്തോട് പാലത്ത് മീനുമായിട്ട് സംസാരിക്കും. ടോർച്ച് പിടിച്ചതാ പിടിച്ചോടാ കൂടെ പോണെന്നെ എന്റെ ഇതിനകത്ത് വീഡിയോ ലോക്ക് എത്ര ഇടും? 86 എഴുപത്തൊന്ന് 86 എഴുപത്തൊന്ന് 71 0 ഇമ്പ പാമ്പടാ കുമ്പാരി ഈ മീനൊക്കെ വളർത്തി വലുതാക്കി വലിയ മീനാക്കി വെച്ചിട്ടുണ്ടോ? വരാൽ കുഞ്ഞ് കൊറേ ഏതേടാ വരാ കുഞ്ഞ് അതിപ്പം വരാൽ കൊള്ളാം മച്ചന്മാരെ. നല്ല പടിഞ്ഞാറാണ് പാടത്ത്. ഭാഗ്യാണ് വരാലുള്ളൂ അത് ഭാഗവരാലായിരിക്കും. പടിഞ്ഞാറാണ് പള്ളത്തിൽ ചത്ത് കിടക്കുന്നു ഗേൾസ്. പാമ്പ് കിറ്റ് പൊട്ടിപ്പോ മിക്കവാറും. പിന്നെ പള്ളത്തി വേട്ട ഇതിനൊക്കെ എന്ത് ചെയ്യണം നീ ഇപ്പൊ? വീട്ടിൽ ചെന്നിട്ട് വെറുതെ കളയും. പൊരിച്ചു ലൂബിക്ക് ഒരു നേരത്തെ ആഹാരം പട്ടികൾ തിന്നല്ലോ. നമ്മ അന്ന് പോയിട്ടുള്ള അത് കണ്ടില്ലായിരുന്നല്ലേ തൻ്റെ നീ ഓടിക്കണം അന്ന് കയറും. ഇതേ പുതിയ ഇതവിടെ ഞാനെന്ത് വെള്ളത്തിൽ നിന്ന് ജിമ്മ ഇവിടെ ചൂണ്ടിട്ട് അപ്പുറത്തെ കയറി ചെയ്യാന്ന് ജിമ്മിന് അടിയിൽ കൂടി പോയത് കാലിനെ നടുക്ക് രണ്ട് കാലിനെ തന്റെ കാലിൽ ഇടയിൽ പോയത്. ആ ഈറോട് ഇന്ന് കരിമാഞ്ഞാൽ ഊണ് കഴിച്ചു നോക്കില്ലേ ഇവിടെ പോവാം. മീശക്കാരനടല്ലേ? അതല്ല അത് മറ്റേ ആ സീ ഫുഡ് കിട്ടണം. അതല്ല അത് മീശക്കാരൻ. ആ കക്കാർച്ചക്ക് 30 രൂപ അതാ. ആ ഒരു 70 രൂപ ഊണിന്. ആ എടാ അതാ പറഞ്ഞത് ഒരു ടർഫില്ലേ അതല്ലടാ ടർഫിന്റെ ഒട്ടിപ്പുറത്തോട്ട് ചെറിയ വിട്ടോ ആ പോയി അത് പോയി. അവന് നമ്മൾ കിട്ടില്ല. കക്കായൊക്കെ വെറുതെ വാരി വരിക്കും. സൈഡ് വരെയുള്ള കക്കായൊക്കെ
നിധി come on. പോയാ ഇതെന്നാണൊക്കെ എങ്ങനെ വന്നാലും പട്ടീനെ എടുക്കാണ്ടെങ്കിൽ മോടി വന്നാലും വണ്ടി വന്നാലും എടുക്കണം എല്ലാം സെറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കണക്കിന് വള്ളത്തിൽ കുറെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഗേസ്. നമ്മൾ ഇനി കുറെ പിടിക്കും. തുറന്നു കാണിച്ചു വീഡിയോ കുറേ കൈ ഞാൻ കുറേ പിടിച്ചു ഇത്രയും കുറച്ച് ഞാൻ മേടിക്കാം. ഭയങ്കര കാനമല്ല വെള്ളം കുറച്ച് കൊടുത്തു. ചെറുതാണല്ലേ എന്നടക്കുള്ളത് ഇവിടെ മീനുണ്ട് കണ്ട കണ്ട അവനോട് ഒന്നും കണ്ടത് എവിടെ അതെന്ത് മീനാ? കാണാണ്ട് അകത്തേക്ക് പോകും. ചേടാ നാളെ കുത്തുകമ്പിലോട്ടാണ്. അവൻ ഗൾഫിൽ പോകാൻ കൊണ്ടുപോകാണോ നമുക്കറിയാം. ഗൾഫിൽ പോകാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നിക്ക് അറിയാമോ അവരെവിടുന്നോ കൊണ്ടുപോകുന്നു. ഉണ്ടാ എന്ത് സാധനം പിന്നെ നമുക്ക് നീ കണ്ടില്ല അതിനെ? ഇല്ല ഇവിടെ ഒരു കറുത്ത കരിങ്കല്ലിന്റെ ഒരു പൊത്തിന്റെ അകത്തിരിക്കണം. ആമല്ലോ ആമയില്ല സാധനം ഞാൻ പല കൊണ്ടിരുന്നപ്പോ ഒന്നുമില്ലേ നീ ഒരു ഷോർട്ട് ഒപ്പിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടി കൊടുത്തു. നീ എന്താണ് ഒരു കൊടുക്കാത്ത? അല്ല എടുത്തു എടുത്തിട്ട് ഞാനെടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല കുറവായിട്ട് എനിക്കാണെങ്കിൽ കൊടുക്കാനും പറ്റുന്നില്ല. ഞാൻ രണ്ടും കളിപ്പിച്ച് കല്ല് കൂടി സ്പോട്ട് നോക്കില്ല. അതിനെ കുത്തിപ്പിടിക്കാനേ പറ്റുള്ളൂ. അവന്റെ ബാക്കി എവിടെ എനിക്ക് തോന്നാം മറ്റേ നീട്ടുള്ള മീനാന്ന് തോന്നാം. പാമ്പിനെ പോലെയുള്ള മീൻ. അതിന്റെ കൂട്ടത്തിൽ പുണ്ണേ അത് പോരണ ഇച്ചിരി കൂടി ഇട്ടിട്ട് വന്നപ്പോ അതിനകത്തൊന്നും ഞങ്ങൾ ഇട്ടത് കൂടി ഒന്നാം ആസാനം ഇത്തിരി കിട്ടുള്ളൂ. ജിമ്മൻ കുക്ക് ചെയ്യണ പക്ഷെ പറയാൻ പറ്റില്ല. പണി കിട്ടും. നീ ചെയ്തു ഞാൻ ചെയ്യാം. താൻ അടിക്കുക. അതെ നീ വിറ്റു നീ ഞാൻ അടിക്കുക. അച്ഛനെ അടിക്കും. നീ കുക്ക് ചെയ്യാതെ ഒരു അപ്പുറാണെങ്കിലും കൊടുക്കുക. പിന്നെ പ്രാന്തായ അറിയില്ല അല്ലേ പപ്പു? ശരീരം മൊത്തം പൊട്ടിച്ച് അതിനെന്താ അപ്പ് കുഴപ്പമുണ്ടടാ? നിനക്ക് പണിയില്ലല്ലോ വെറുതെ വെറുതെ ഇരിക്കില്ല. പിന്നെ ഏത് കോലാം 2-3 കോല പിടിക്കാൻ പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ചാടി വീശി. വെള്ളത്തിന്റെ പണി എന്താണ്? നീ ഒരു എമ്മഹയുടെ എഞ്ചും കൂടെ മേടിച്ചാ അത് വേണമെങ്കിൽ എന്റെ ഗ്ലാമറിൽ നിന്ന് വിളിച്ചത് പണയം പണിയില്ല അത് അതിന് വെച്ചാൽ ആള് പണിയെടുക്കാൻ ഒരു എന്തും തന്നെ ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. എവിടെ വേണം നിധിയൊക്കെ കേരളം കത്തിക്കാൻ നോക്കല്ലേ? മറ്റേ സീനായിരുന്നു കൂടും. എമർജൻസി സിറ്റുവേഷൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അത് മറ്റേ സഞ്ജുവിന്റെ അപ്പോൾ ക്യാമറമാൻ അപ്പൊ വെച്ചാ മതേ ഞങ്ങള് അന്നാലിട്ട് വല നോക്കാൻ പോവാണ്. ചിലപ്പോ വല്ല മീനൊക്കെ കിട്ടുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ആരാണത്? നിധിയാണത്? ആ പോയി ഇവിടെ ഒന്ന് മുമ്പിലൊക്കെ ചെന്ന് അപ്പൊ ഓക്കേ. വെള്ളം കറക്റ്റ് ദിശയിലേക്കാണ് പോകുന്നത്.
നമ്മുടെ വലയതാ. നമ്മുടെ അപ്പുറത്താണ്. മച്ചാന്മാരെ നമ്മൾ വെള്ളം തുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലയുടെ വല അധികം ദൂരത്തല്ല, നമ്മൾ അടുത്ത് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇത് വേറെ ഒരു വലയാണ്. നമ്മുടെ വല അപ്പുറത്താണ്. നമ്മുടെ വല ഇതാണ്. പലയിടം അതെ ഇതല്ലേ? ആ വശം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് വല വലിച്ചു കയറ്റിയേക്കാം. നിറയെ മീനാണ് ഗായ്സ്. പറഞ്ഞില്ല അവിടെ വെള്ളം ഓടണടുത്ത് പോയിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അതെന്ത് പൈരാടാ? നീയൊക്കെ ടച്ചൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കിറ്റായിരിക്കും. അതൊക്കെ എടുത്തിട്ട് കളഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോ എന്തൊക്കെയാ? അവിടെ തന്നെ പിന്നെ കയറിയത്. എന്തോ മീനുണ്ടാ? ഒരു മീനുണ്ട്. നമുക്ക് നമുക്ക് ഒരു സിലോപ്പിന് കിട്ടുന്ന നമ്മൾ സിലോപ്പ് കിട്ടുന്ന കിടപ്പുണ്ട്. സിലോപ്പി കൊള്ളാല്ലേ? അന്ന് ഞണ്ടത് അല്ലല്ലേ? ഞാൻ പേടിച്ചു പോയി. വേറെ എന്താ ഉള്ള? എന്താ ആശ്വാസായില്ലേ? അപ്പൊ നമുക്ക് വെച്ചാൽ മതി. ഒരു സിലോപ്പിൽ നിന്ന് കിട്ടിയേക്കുന്നത് വല ഇട്ടിട്ട് നമുക്ക് വറക്കാം. അപ്പൊ നമുക്കിനി രാത്രി 11 മണി സമയത്ത് 11 മണി കഴിഞ്ഞു. 11 മണി കഴിയാം. അപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്യാവശ്യം വള്ളത്തിന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ കൊണ്ട് വറക്കാനുള്ള വള്ളത്തിയായി. ഇതൊന്നും ഫ്രണ്ട് കാണിച്ച വണ്ടിയാ, ഒരു മയിലാണ് വാഹനം. ഏതാ രീതിയാ? ഒരു ടോറസ്. ഈ രാത്രിയാവുമ്പോഴല്ലേ സാധനം. മച്ചന്മാര് നമുക്ക് വലയിട്ടിട്ട് ഒരു സിലോപ്പിയാണ് കിട്ടിയത്, വേറെ ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ കുറെ മീനെ കോരി പിടിച്ചു കേട്ടോ. വറുത്തേക്കാവണേ. അതെ, അപ്പൊ മീൻ വേണോ? സുധീർ ചുണ്ട് കറുത്തിട്ടേ ചെന്നപ്പോ തന്നെ നീ ഇങ്ങോട്ട് വരാതെ കാര്യം എനിക്ക് ഇപ്പഴാ. അച്ഛനും കിട്ടി, അച്ഛനേന്നും കിട്ടി, അമ്മയുടെയൊന്നും കിട്ടി. അവനെയായപ്പോ ഒരു കുറച്ചു സീറ്റ് വലിക്കാഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയണത്? അതിനൊക്കെ അവള് സീനാക്കി. പാലത്തിൽ അവിടെ ആ വെള്ളാക്കി ഓഫായി പോയെ. അതൊക്കെ അവള് വിളിച്ചിട്ടേ ഞാൻ ഫോൺ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് ഞാൻ ഫോൺ